കഴിഞ്ഞ ചാപ്റ്ററിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ഈ സമയത്തേക്ക് വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1160 സ്പോയിലേഴ്സും ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അൺബിലീവബിൾ ഗൈസ്, ഇതൊരു ബാങ്ങർ തന്നെയാണ്. ആൻഡ് ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ ദി ഗോഡ് വാലി ഇൻസിഡന്റ് എന്നാണ്. ആൻഡ് ഗോഡ് വാലിയിലേക്ക് നമ്മൾ ഒഫീഷ്യലി അങ്ങനെ കാലെടുത്ത് വെക്കാൻ പോകുവാണ്. ഇൻട്രോ ഒന്ന് വലിച്ചിട്ടാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ചാപ്റ്റർ ഒഫീഷ്യലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആ എക്സ്പ്ലനേഷൻ നമ്മുടെ മെയിൻ പേജിലായിരിക്കും കിട്ടുന്നത്. പേജിന്റെ ലിങ്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തേക്ക്. നമുക്ക് നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ കവർ പേജിൽ കാണിക്കുന്നത് നമ്മുടെ യാമറ്റോ ഓടിൻ്റെ ഷ്രൈൻ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുള്ളതാണ്. പിന്നെ ഒരു ബിഗ് റിവീലാണ്. നമുക്ക് ഓൾറെഡി അറിയാം കുമയൊക്കെ ബക്കനേഴ്സ് ആണ്. ആൻഡ് ഈ ചാപ്റ്ററിൽ മറ്റൊരു കാര്യം കൂടെ റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഡേവി ഫാമിലിയുള്ള, അതായത് ആ ഡേവി ഫാമിലിയുള്ള എല്ലാവരും തന്നെ ബക്കനേഴ്സ് ആണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ബീഡും ബക്കനിയറാണ്, റോക്സും ബക്കനിയറാണ്. ആ ഒരു ഡേവി ഫാമിലിയുള്ള എല്ലാവരും ബക്കനേഴ്സ് ആണ്. ആൻഡ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ബ്ലാക്ക് ബീഡിന്റെ അമ്മേനെ കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ ഫുൾ അപ്പിയറൻസും കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പുള്ളിക്കാരുടെ പേര് മെസ്സി എന്നാണ്. ഷാങ്ക്സിന്റെ ഷാംറോക്കിന്റെ അമ്മ നമ്മുടെ ഡ്രാഗൻ എടുക്കെ അവളുടെ ചിൽഡ്രൻസിനെ സേഫ് ആക്കാൻ പറയുന്നുണ്ട്, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി. പിന്നെ കാണിക്കുന്നതാണ് വൺ ഓഫ് ദി ഐക്കോണിക് മൊമെന്റ്. അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ലൂഫിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് ലൂഫി ഒരു സെലസ്റ്റിയൽ ഡ്രാഗനെ അറ്റാക്ക് ചെയ്തത്. ആൻഡ് അത് വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നു വൺ പീസിൽ തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റും കൂടെയാണിത്. ആൻഡ് ഇപ്പോഴേ നമ്മുടെ ഡ്രാഗന് ഒരു സെലസ്റ്റിയൽ ഡ്രാഗനെ അറ്റാക്ക് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം പുള്ളിക്കാരി നമ്മുടെ കുമേനെ രക്ഷിക്കാൻ നോക്കിയത് കൊണ്ട് തന്നെ. പിന്നുള്ള പാനൽ എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ 1096 റോക്സ് പൈഡ്സിനെ കാണിക്കുന്നുണ്ടല്ലോ, അതിനെ കുറച്ചുകൂടെ ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പാനലാണ്. അതേപോലെ തന്നെ റോജർ പൈഡ്സും ഗാർപ്പും അവിടേക്ക് വന്നിട്ടുണ്ട്, ഗോഡ് വാലിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിന്റെ അകത്ത് എല്ലാ ഗോഡ്സ് നൈറ്റിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഒരു പുതിയൊരാളെ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പുതിയൊരു ഗോഡ്സ് നൈറ്റിനെ. അവനെ കാണാൻ ഏകദേശം ഒരു യെത്തിനെ പോലെയാണ്. അതേപോലെ തന്നെ അവന് ഹോൺസും ഉണ്ട്. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് വരാൻ നേരത്ത് ഡ്രാഗൻ നമ്മുടെ ഷാങ്ക്സിനെയും ഷാംറോക്കിനെയും രക്ഷിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ആണെന്ന് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ വളരെയധികം ഹാപ്പിയാണ്. നമ്മൾ അവസാനം ഗോഡ് വാലിയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വരുന്ന ശനിയാഴ്ച തന്നെ ഞാൻ എൻ്റെ മെയിൻ പേജിൽ ഇടുന്നതായിരിക്കും. അതെന്തായാലും നിങ്ങൾ കണ്ടേക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. എങ്കിലേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരത്തുള്ളൂ. വെള്ളിയാഴ്ച ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളിയാഴ്ച ഡീമൺ സ്ലെയറിന്റെ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് കാണാൻ പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഒന്നും ഇടാൻ പറ്റാത്തത്. എന്തായാലും ശനിയാഴ്ച തന്നെ ഞാൻ ഈ സംഭവം ഇട്ടേക്കാം.